ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വായനാ ദിനക്യൂസ് 2026 പാർട്ട് 4 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാർട്ട് 1 മുതലുള്ളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം അത് പോയി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ഓർമ്മയുടെ തീരങ്ങളിൽ ആരുടെ ആത്മകഥയുടെ പേരാണ്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. ഉമ്മാച്ചു എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം PC കുട്ടിക്കൃഷ്ണൻ. പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 21. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? വിനോദ് കുമാർ ശുക്ല. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ്? ഉത്തരം വയലാർ രാമവർമ്മ. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 2013. വാഴക്കുല എന്ന പ്രശസ്ത കവിതയുടെ രചയിതാവ് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. കേരള സർവകലാശാലയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഇപ്പോഴത്തെ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ്? ഉത്തരം ഡോക്ടർ V അനിൽകുമാർ. സരസകവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മൂലൂർ പത്മനാഭ പണിക്കർ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വായനാ ദിനക്യൂസ് പാർട്ട് 4 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് നന്നായി പഠിക്കുക. ക്വിസ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വാങ്ങുക. അപ്പോൾ പാർട്ട് 5 ഉടൻ വരുന്നതായിരിക്കും. Thank you for watching.